ഹലോ ഗൈസ്, വെൽക്കം ടു റാഷ് റിയൽ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിലെ 3-1 ഒളിമ്പിക് സ്പോർട്സ് മ്യൂസിയത്തിലേക്കാണ്. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയമാണിത്. 2022 മാർച്ച് 30 ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. 19,000 ചതുരശ്ര മീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. സ്പാനിഷുകാരിയായ ജോവാൻ സിബിനെയാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് ചേർന്നിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയം മൊത്തം ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. ഒളിമ്പിക്സിൻ്റെ 5 നിറത്തിലുള്ള 5 വളയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓരോ നിലയും 5 കളറുകളിലുള്ള വളയങ്ങളെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. അവിടെ തന്നെ ഖത്തർ അമീർമാരെ, മുമ്പത്തെ അമീറിൻ്റെയും ഇപ്പോഴത്തെ അമീറിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് വലിയ വലിയ സ്ക്രീനിങ്ങളിൽ കാണാം ഓരോ സ്പോർട്സിൻ്റെ കാര്യങ്ങളും. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാഫിനെ നമുക്ക് കാണാൻ പറ്റും. പ്രാചീന കാലത്തെ സ്പോർട്സിൻ്റെ കുറേ വിഷ്വൽസും ഫോട്ടോസാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പ്രാചീന കാലത്തെ ഗതകളും ഇവിടെ സ്റ്റഫ് ചെയ്ത് വച്ചിട്ടുണ്ട്. വള്ളംകളിയുടെ ചെറിയൊരു മാതൃക ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതിങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. ഈ കാണുന്നത് പണ്ട് മോട്ടോർ റേസിനൊക്കെ യൂസ് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിളാണ്. അതേപോലെ തന്നെ ഹൈ വീൽ ബൈസിക്കിളും അവിടെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഒളിമ്പിക്സിൻ്റെ എല്ലാ വർഷത്തെയും ഒഫീഷ്യൽ ടോർച്ചാണ്. അതിൻ്റെ ഒരു ശേഖരണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ് അവർ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. മൊത്തത്തിൽ ഇതൊരു ഏരിയ തന്നെ ഇതിനു വേണ്ടി മാത്രം അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒളിമ്പിക്സ് മാസ്കോട്ട്സ്, ഒളിമ്പിക്സിൻ്റെ ഭാഗ്യവസ്തു. എല്ലാ ഒളിമ്പിക്സിനും ഇങ്ങനൊരു ഭാഗ്യവസ്തു ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷത്തെയും ഒളിമ്പിക്സിൻ്റെ ഭാഗ്യവസ്തുവിൻ്റെ ചിഹ്നങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോത്താസ് എസ്സ ബർഷി നമ്മളെ ഹൈ ജമ്പിൽ 2020 ഒളിമ്പിക്സിൻ്റെ ചാമ്പ്യനായിരുന്നു. 2020 ജപ്പാൻ ഒളിമ്പിക്സിൽ താരമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതാണ് അവിടെ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് അലി ബിൻ ഖാലിദ് അൽ താനീൻ്റെ സൂട്ടാണ്. ഖത്തറിലെ കുതിര സഫാരിക്കാരനാണ്. ഖത്തറിന് വേണ്ടി ഒളിമ്പിക്സിൽ മത്സരിച്ച ആളാണ്. അതേപോലെ തന്നെ ലിസ് ഹാർട്ടർ ഇതിൻ്റെ ഡെൻമാർക്കിൽ നിന്നുള്ള കുതിര സഫാരിക്കാരിയാണ്. കുതിര സഫാരിക്ക് വേണ്ടി ആദ്യമായി മത്സരിച്ച 4 ലേഡികളിൽ ഒരാളാണ് ലിസ് ഹാർട്ടർ. ടോണി ഹാക്കാണിത്. സ്കേറ്റ് ബോർഡറാണ്. അദ്ദേഹത്തിൻ്റെ സ്കേറ്റിംഗ് ബോർഡാണ് അടിയിൽ വച്ചേക്കുന്നത്. അദ്ദേഹം യൂസ് ചെയ്ത സ്കേറ്റിംഗ് ബോർഡ്. ഇത് മാർസ് സ്പിറ്റ്സ് ആണ്. അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്വിമ്മറാണ്. 9 തവണ
ഒളിമ്പിക്സ് ചാമ്പ്യനാണ് അദ്ദേഹം. ഇത് മയൂമി നാർബിയ, ജപ്പാനീസ് സ്വിമ്മറാണ്. 15 തവണ ഒളിമ്പിക്സിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്വന്തം റോജർ ഫെഡറലാണ്. അദ്ദേഹത്തിൻ്റെ ജേഴ്സിയാണ് അവിടെ വച്ചേക്കുന്നത്. ക്രിക്കറ്റിൻ്റെ ഗോഡ് എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച ആഡിഡാസിൻ്റെ ബാറ്റാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇവാനോ ബാലിക് പ്രൊഫഷണൽ ഹാൻഡ് ബോളറാണ്. ക്രൊയേഷ്യക്കാരനാണ്. 2003 ലോക ചാമ്പ്യൻഷിപ്പ് ലഭിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മെഡലാണ് ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. സിനീദിൻ സിദാൻ, ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം, അദ്ദേഹത്തിൻ്റെ ജേഴ്സിയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഫുട്ബോളിൻ്റെ എക്കാലത്തെയും രാജാക്കന്മാരിൽ ഒരാളായ മെസ്സിയുടെ PSG ജേഴ്സിയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഇതിഹാസ താരമായ പെലെയുടെ ജേഴ്സിയും ഇവിടെ വച്ചിട്ടുണ്ട്. അദ്ദേഹം യൂസ് ചെയ്ത ബൂട്ടും അന്ന് യൂസ് ചെയ്ത ബോളും ഇവിടെ വച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ലെജൻഡ്സ് പ്ലെയറായ ഡേവിഡ് ബെക്കാം, അദ്ദേഹത്തിൻ്റെ ജേഴ്സിയും ബൂട്ടും ഇവിടെ വച്ചിട്ടുണ്ട്. മെസ്സിയുടെ അവസാനം കിട്ടിയ ബാലൻഡിയോർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഈ മ്യൂസിയത്തിൽ. പിന്നെ അത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒഴിവാക്കി അവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് മെസ്സിക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ മുമ്പ് പോയപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണേഴ്സിൽ ഒരാളായ ജമൈക്കൻ താരം ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സ് മെഡൽ 8 വട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൂട്ടാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ബോക്സിംഗ് താരം മേരി കോം ഒളിമ്പിക്സ് മെഡൽ 1 വട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രൊഫഷണൽ ബോക്സർ നിക്ക് നെയിം ദ ഗ്രേറ്റസ് മുഹമ്മദ് അലി, അദ്ദേഹത്തിൻ്റെ ബോക്സിംഗ് ഗ്ലൗ ആണ് അവിടെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരെയും സ്വന്തം ബ്രൂസ് ലീയുടെ ഹാൻഡ് ഗ്ലൗ ആണ് അവിടെ വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ന് യൂസ് ചെയ്തിരുന്ന മാർഷൽ ആർട്സിന് യൂസ് ചെയ്തിരുന്ന ഗ്ലൗ ആണ് അവിടെ വച്ചിരിക്കുന്നത്. ജർമ്മൻ റൈസറായ മൈക്കൽ ഷുമാക്കറിൻ്റെ ഫോർമുല 1 യൂസ് ചെയ്തിരുന്ന റൈസിംഗ് കാറാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അവിടുന്ന് മുന്നോട്ട് പോകുന്നതിനുണ്ടെങ്കിൽ നമ്മളെ പ്രാചീന ഗെയിംസായ കുറേ കാര്യങ്ങൾ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പമ്പരം, പണ്ട് നൂലുമ്മ പമ്പരം കറക്കുന്നത്, അതേപോലെ തന്നെ കുട്ടിയും കോലും അതിവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കളിക്കണതിൻ്റെ മാതൃകയും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അവർ.
പിന്നെ അതേപോലെ ട്രങ്ക്, നമ്മുടെ നാട്ടിൽ കല്ല് വെച്ചിട്ട് അതുമ്പോൾ ബോൾ വരുന്നത് ട്രങ്ക് കളിക്കാന്ന് പറയും. ചിലർ ചട്ടിപ്പന്ത് എന്നൊക്കെ പറയാറുണ്ട്. അത് അവിടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു മാതൃക. ക്യാരംസ് ബോർഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഗെയിംസിൻ്റെ ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പ് നടന്ന 8 സ്റ്റേഡിയങ്ങളെ മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റേഡിയത്തിനൊരു കഥകളാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ 974 സ്റ്റേഡിയം ഉണ്ട്. അത് കണ്ടെയ്നർ സ്റ്റേഡിയം എന്നറിയപ്പെടുന്നു. അത് നിങ്ങളിപ്പോൾ കാണും. അത് കണ്ടെയ്നേഴ്സ് കൊണ്ട് നിർമ്മിച്ച സ്റ്റേഡിയമാണ്. ഇത് ഇപ്പം നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയമാണ്. ഇതാണ് കണ്ടെയ്നർ സ്റ്റേഡിയം. ഇത് കണ്ടെയ്നർ കൊണ്ട് മാത്രം നിർമ്മിച്ച സ്റ്റേഡിയമാണ്. ഇതാണ് ലുസൈൽ സ്റ്റേഡിയം. ഇവിടെ വെച്ചാണ് മെസ്സിയും കൂട്ടരും കപ്പ് ഉയർത്തിയത്. ഇത് അൽക്കോള സ്റ്റേഡിയമാണ്, അൽബൈത്ത് സ്റ്റേഡിയം എന്ന് പറയും. ഇതൊരു ടെൻറ്റ് രൂപത്തിലുണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റേഡിയമാണ്. ഇത് പോർഷയുടെ റേസിംഗ് കാറാണ് അവിടെ വച്ചേക്കുന്നത്. ഇതോടുകൂടി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്. I tried so hard and got so far, but in the end it doesn't